കേരളത്തിന്റെ അതിവേഗ പാത ആവശ്യം പരിഗണിക്കാമെന്ന റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സംസ്ഥാന സർക്കാർ അതിവേഗ പാത വേണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും ആലോചിക്കും. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകാത്തത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി സംബന്ധിച്ച ചോദ്യത്തിന് റെയിൽവേ മന്ത്രി മറുപടി പറഞ്ഞില്ല. ഹാരിസ് ബീരാൻ MP ആണ് RRTS-നെ കുറിച്ചും ശ്രീധരനെ കുറിച്ചും ചോദ്യം ഉന്നയിച്ചത്. Whether the central government has any proposal for high-speed railway line project like Regional Rapid Transit System RRTS in Kerala, and in connection with the same, whether Metroman Sridharan has submitted any project proposal. The previous project, the Silver Line project, which was proposed by the state government, that project had huge environmental impacts, and that project I think that was not even feasible. But still, if the state government wants, then we can reconsider that. If the high-speed train, it all depends upon the state government. വിവരങ്ങളുമായി ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ഇക്കാര്യത്തിൽ RRTS-ന് പ്രതീക്ഷ അവിടെ അവശേഷിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചതിനെ പരിഗണിക്കാമെന്ന വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന മറുപടി ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, മുമ്പൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ ശ്രീധരന്റെ കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അത് ആ തരത്തിൽ തന്നെ കേന്ദ്രമന്ത്രി സൂചിപ്പിക്കുന്നു. എത്തരത്തിൽ വിലയിരുത്തുന്ന സാഹചര്യത്തെ? സംഗീത, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായി ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവ് പറയുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അതൊട്ടും ഫീസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ലാഭകരമായ തരത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ ഗുണകരമായ ഒന്നല്ല എന്ന് കൃത്യമായി പറയുകയും ഒപ്പം തന്നെ ഒരു അതിവേഗ റെയിൽപാത വേണമെന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം അവർ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത് പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള നിലപാടും ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഹാരിസ് ബീരാൻ MP ആണ് ഈ RRTS-ഉമായും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പൊന്നാനിയിൽ പുതിയൊരു ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് തുറക്കുകയും ചെയ്ത് ശ്രീധരനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ ശ്രീധരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള മറുപടിയും അല്ലെങ്കിൽ ആ വിഷയം പരാമർശിക്കാതെയാണ് ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവിന്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഹൈസ്പീഡ് റെയിൽവേ എന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ അതിലൊരു പ്രതീക്ഷ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ പ്രൊജക്റ്റായോ മറ്റോ അത് വരാനുള്ള സാധ്യതയെക്കുറിച്ചോ ഇന്നിപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നില്ല. അതിനർത്ഥം സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് പരിഗണിക്കാമെന്നുള്ളൊരു നിലപാടിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രാലയവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ലിജോ.